Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് മെത്തേഡ്സ് ആണ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്ങും അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള മെത്തേഡ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു സ്യൂട്ടബിൾ മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് സ്കിൽസ് റിക്വയർഡ്. നമുക്ക് ഈ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സ്കില്ലാണ് നമുക്ക് അതിലൂടെ നേടിയെടുക്കേണ്ടത്. അപ്പോൾ സ്കിൽ റിക്വയർഡ്, ആവശ്യമായ സ്കില്ല് നേടാൻ ക്വാളിഫിക്കേഷൻ കാൻഡിഡേറ്റ്സിന് എന്തായിരിക്കും, കോസ്റ്റ് ഓഫ് ട്രെയിനിങ് എത്ര രൂപ ചിലവാകും, എത്ര സമയമെടുക്കും ഇത് കംപ്ലീറ്റ് ആവാൻ, ആ ഒരു കാര്യത്തിനെക്കുറിച്ച് എത്ര ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് നമുക്ക് ആവശ്യം വേണം, പർപ്പസ് എന്താണ് ഈ ട്രെയിനിങ്ങിൻ്റെ, ബാക്ക്ഗ്രൗണ്ട് എന്താണ് ട്രെയിനിങ്ങിൽ, നാച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഗ്രൂപ്പ് ടു ബി ട്രെയിൻഡ്, ഏത് തരത്തിലുള്ള ആളുകൾക്കാണ്, ഏത് സൈസാണ്, മീൻസ് നേച്ചർ ആൻഡ് സൈസ് എന്ന് പറഞ്ഞാൽ 5 പേർക്കാണോ 10 പേർക്കാണോ, എത്ര ആളുകൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നോക്കുക. നേച്ചർ ഓഫ് ദ ജോബ്, ഏത് തരത്തിലുള്ള ജോബാണ് ചെയ്യുന്നത് നോക്കുക. ആൻഡ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ്, ഏത് ടൈപ്പിലുള്ള എംപ്ലോയീസിനാണ്, അതായത് സ്കിൽഡ് എംപ്ലോയിക്കാണോ അൺസ്കിൽഡ് ആണോ സെമി സ്കിൽഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ ഒരു ട്രെയിനിങ് മെത്തേഡോ ഡെവലപ്മെൻറ്റ് മെത്തേഡോ കൊടുക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി പ്രധാനമായിട്ട് പറയുന്നത് എന്തൊക്കെയാണ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണിത്, ഓൺ ദ ജോബ് ട്രെയിനിങ്. എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പേരിൽ തന്നെ ഉണ്ട്, ഓൺ ദ ജോബ്, ജോബിൻ്റെ ഒപ്പം തന്നെ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് ട്രെയിനിങ്, ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടൊരു മെത്തേഡാണ്. ഇതിനെന്താണ് പ്രത്യേകത, ഇവിടെ പുതിയൊരു വർക്കറെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഒരു റെഗുലർ ജോബിലേക്ക് പ്ലേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് ട്രെയിനിങ്ങും അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുക. അവരുടെ തൊട്ട് മുകളിലുള്ള സൂപ്പർവൈസർ ആരാണോ അവർ ആ വർക്കിംഗ് പ്ലേസിൽ നിന്ന് തന്നെയാണ് ഈ ട്രെയിനിങ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ട്രെയിനി ലേൺസ് ബൈ ഒബ്സർവിങ് ആൻഡ് ആക്ച്വലി ഡൂയിങ് ദ ജോബ്. അപ്പോൾ ട്രെയിനി എന്താ അവിടെ ചെയ്യുന്നത്, ആ പുതിയ ജോബിലേക്ക് കയറുമ്പോൾ തന്നെ ജോബിനോടൊപ്പം ഈ ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ട് അത് കാണിച്ചു തരുന്ന അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാൻ പഠിപ്പിക്കുന്നവർ എന്താണോ ചെയ്യുന്നത് അത് മനസ്സിലാക്കി ഒബ്സർവ് ചെയ്ത് ആ ജോലി അവർ സ്വയം തന്നെ ചെയ്യാം. ഇതിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും സ്യൂട്ടബിൾ ആയിരിക്കുന്നത് ടീച്ചിങ് സ്കിൽസ് ദാറ്റ് ക്യാൻ ബി ലേൺഡ് റിലേറ്റീവ്ലി ഇൻ ഷോർട്ട് ടൈം. കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഈ ഓൺ ദ ജോബ്, ആ ജോബിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് കണ്ട് മനസ്സിലാക്കി പഠിക്കുന്ന ഒന്നാമത്തെയാണ് കോച്ചിങ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ടീച്ചിങ് സ്കില്ലിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കോച്ചിങ്. കോച്ചിങ്ങിൻ്റെ പ്രത്യേകത നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് കോച്ചിങ്ങിന് പോവുക, PSC കോച്ചിങ്ങിന് പോവുക, എൻട്രൻസ് കോച്ചിങ്ങിനാണെന്നൊക്കെ പറയും. ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർവൈസർ ഗൈഡ്സ് ഓർ കോച്ചസ് ഈസ് സബോർഡിനേറ്റ് ടു അക്വയർ നോളജ് ആൻഡ് സ്കിൽസ്. ഇവിടെ നമ്മളെ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി, ദാറ്റ് മീൻസ് സൂപ്പർവൈസർ ഇൻ ദ കേസ് ഓഫ് എ കമ്പനി, അപ്പം അവരെന്ത് ചെയ്യണം, സബോർഡിനേറ്റിന് വേണ്ട അറിവുകളും അതേപോലെ സ്കില്ലുകളൊക്കെ നേടാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ട് സൂപ്പർവൈസേഴ്സ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, സബോർഡിനേറ്റ് ആ വർക്ക് എങ്ങനെ ചെയ്യണു എന്നുള്ളതൊക്കെ അവർ ചെയ്ത് തന്നെ നോക്കും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു കോച്ചിങ് സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഒന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊവൈഡ് യൂസ്ഫുൾ അഡ്വൈസ് ഇൻസ്റ്റെഡ് ഓഫ് ക്രിറ്റിസിസം. ഇത്തരത്തിലുള്ള ഒരു കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യില്ല, പകരം അവർക്ക് വേണ്ട ഉപദേശങ്ങളാണ് കൊടുക്കുക. ഫീഡ്ബാക്ക് മോട്ടിവേറ്റ്സ് വിത്ത് ഫീഡ്ബാക്ക് ആൻഡ് ഹെൽപ്പ് മാനേജർ ടു ഇംപ്രൂവ്. അവർ നമ്മളുടെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ആ ഫീഡ്ബാക്ക് എടുക്കുന്നത്, എന്നാലാണ് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഷോസ് ന്യൂ മാനേജേഴ്സ് എ പോസിറ്റീവ് സ്റ്റൈൽ ദേ ക്യാൻ അഡോപ്റ്റ് വിത്ത് ദെയർ ടീംസ്. അവരുടെ ഒരു ടീമിൽ പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റൈൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പുതിയൊരു മാനേജ്മെൻറ്റ് മസ്റ്റ് ഹാവ് ട്രെയിനേഴ്സ് ഹൂ പ്രൊവൈഡ് പോസിറ്റീവ് ബട്ട് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. പുതിയൊരു മാനേജേഴ്സ് എങ്ങനെയാണ്, ട്രെയിനേഴ്സ് ഉണ്ടായിരിക്കും ആൻഡ് ഹൂ പ്രൊവൈഡ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ബട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആയിരിക്കും അവിടെ കൂടുതലായിട്ട് കൊടുക്കുക. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബീയിങ് പോസിറ്റീവ് ഈസ് നോട്ട് ഇനഫ്. പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല, കോച്ചിങ് റിക്വയർസ് എ തോട്ട്ഫുൾ പ്ലാൻ. കൃത്യമായിട്ട് അത് തോട്ട്ഫുൾ ആയിട്ടൊരു പ്ലാൻ ഫോർ കണ്ടിന്യൂസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് അണ്ടർ സ്റ്റഡി എന്ന് പറയുന്നത്. അണ്ടർ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, method in which trainees are prepared to perform the work or fill the position of their superiors. അണ്ടർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ എവിടെയാണോ അവരുടെ പൊസിഷൻ, ആ പൊസിഷൻ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പെർഫോം ചെയ്ത് കൊടുക്കുക.
മെത്തേഡ് ഇൻ വിച്ച് ട്രെയിനീസ് ആർ പ്രിപ്പയർഡ് ടു പെർഫോം ദ വർക്ക് ഓർ ഫിൽ ദ പൊസിഷൻ. ഇപ്പോൾ നമ്മുടെ നേരെ സുപ്പീരിയർ ആയിട്ടുള്ള ആൾ കുറച്ച് കാലം ലീവിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ഡ്യൂട്ടി കൂടി ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ആ ഒരു പൊസിഷൻ നമ്മൾ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക് പെർഫോം ചെയ്യുക. സാധാരണയായിട്ട് ട്രെയിനി ഹു ഈസ് ലൈക്ലി ടു അസ്യൂം full duties and responsibilities of the position currently held by his or her supervisor is called an understudy. അണ്ടർസ്റ്റഡി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നമ്മൾ ജോലിയിലിരിക്കെ തന്നെ നമ്മുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആരാണോ അവർ എന്തെങ്കിലും കാരണവശാൽ ജോബിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ അവരെങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, അവരുടെ ഡ്യൂട്ടി എന്താ, റെസ്പോൺസിബിലിറ്റി എന്താ, ആ പൊസിഷനിൽ അത് നമ്മൾ ആ പൊസിഷനിലാവാതെ തന്നെ അവരുടെ അഭാവത്തിൽ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ തന്നെയാണ് അണ്ടർ സ്റ്റഡി എന്ന് പറയുന്നത്. ഈ അണ്ടർ സ്റ്റഡിയിൽ മെയിനായിട്ട് പൊസിഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മുകളിലുള്ള ആൾ ഇല്ലെങ്കിൽ നമ്മൾ ആ കുറവ് അവിടെ നികത്തി കൊടുക്കുക എന്നുള്ളത്. കാരണം ചിലപ്പോൾ അവർ പ്രൊമോഷനായി പോയിട്ടുണ്ടാവും, റിട്ടയർ ചെയ്തിട്ടുണ്ടാവും. പകരം ഒരാൾ വരുന്നവരേക്ക് ചിലപ്പോൾ അവരുടെ ഡ്യൂട്ടി കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇതിനെയാണ് അണ്ടർ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു ആളെ സംബന്ധിച്ചോളം ഒരു ലീഡർഷിപ്പ് സ്കില്ല് കൂടി കാണിക്കാനുള്ള ഒരു സമയമാണ്. അങ്ങനെ സബോർഡിനേറ്റ് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടും ഒബ്സർവേഷൻ കൊണ്ടും അതിലൂടെ കുറേ കാര്യങ്ങൾ പഠിക്കുക. ട്രെയിനീസ് വർക്ക് ആസ് അസിസ്റ്റൻറ്റ് ടു എ സുപ്പീരിയർ. സാധാരണ ട്രെയിനി എങ്ങനെ വർക്ക് ചെയ്യുക, ഒരു സുപ്പീരിയറുടെ കീഴിൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. പക്ഷേ ആ സുപ്പീരിയറെ വന്നിട്ടില്ലെങ്കിൽ അവർക്കുള്ള അതേ റോള് ഇവർ പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് അണ്ടർസ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജോബ് ഓർ പൊസിഷൻ റൊട്ടേഷൻ, അടുത്ത ഒരു മെത്തേഡാണ് ജോലി മാറുക, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തുള്ള പൊസിഷൻ എന്താണോ അത് റൊട്ടേറ്റ് ചെയ്യുക. എ ട്രെയിനി ഈസ് ട്രാൻസ്ഫേർഡ് സിസ്റ്റമാറ്റിക്കലി ഫ്രം വൺ ജോബ് ടു അനദർ. ശരിക്കും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എന്ത് ചെയ്യും, അതിന്ന് വിട്ട് വേറെ ഒന്നിലേക്ക് പോകും. സോ ഹി ക്യാൻ ഗെറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് ഡിഫറെൻറ്റ് ജോബ്സ്. പല ജോബിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് കിട്ടാനുള്ളൊരു അവസരമാണ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനിനെ പല പൊസിഷനിൽ, ജോബിൽ എന്തൊക്കെ പൊസിഷൻ ഉണ്ടോ അതിലൊക്കെ അവർ ഇരുത്തിക്കൊണ്ട് അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു ജോബ് ഓർ പൊസിഷൻ റൊട്ടേഷന് വരുന്നത്. ദിസ് മെത്തേഡ് ഹെൽപ്സ് ദ എംപ്ലോയി ടു ബി വേഴ്സറ്റൈൽ ഇൻ മെനി ജോബ്സ്. ആ ഒരു ഫേമിൽ ഏതൊക്കെ തരം ജോബ് ഉണ്ടോ ആ ജോബൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരാളാക്കി മാറ്റുക എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഷിഫ്റ്റിംഗ് ഓഫ് ട്രെയിനീസ് ഫ്രം വൺ ജോബ് ടു അനദർ. ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ജോബ് ഓർ പൊസിഷൻ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് മെൻറ്ററിങ് ആണ്. മെൻറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Mentoring is an on-the-job approach to training in which trainee is given an opportunity to learn on a one-to-one basis from more experienced members of the organization. മെൻറ്ററിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോലിയിലിരിക്കെ തന്നെ ആ ഒരു ട്രെയിനിനെ ഫേസ് ടു ഫേസ് ആയിട്ട്, അല്ലെങ്കിൽ വൺ ടു വൺ ബേസിസിൽ നമ്മൾ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും മനസ്സിലാക്കുക, അവരെ നല്ല ദിശയിലേക്ക് നയിക്കാൻ കഴിയുക. The method involves senior leaders, management taking junior staff their wing to help develop important skills that the mentored individual might lack. അതായത് എന്താണോ അവർക്ക് കുറവുകളുള്ളത് അതിനെ കണ്ടെത്തി അവരെ ആ ദിശയിലേക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മെൻറ്ററിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എപ്പോഴും മെൻറ്ററിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആരാണ് നമ്മുടെ മെൻറ്റീസ് എന്നുള്ളത് നോക്കുക. മെൻറ്ററിങ് പ്രോഗ്രാംസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ സീനിയർ എക്സിക്യൂട്ടീവ്സ്, ലീഡർഷിപ്പ് റോൾസ്, വൈൽ ലെസ് ഫോർമൽ സ്ട്രക്ചേഴ്സ് മൈറ്റ് ബി ഇംപ്ലിമെൻറ്റഡ്. ജൂനിയർ മാനേജ്മെൻറ്റിനും കൊടുക്കുന്നുണ്ട്, സീനിയർ മാനേജേഴ്സിനും കൊടുക്കുന്നുണ്ട്. ഫോർമൽ മെൻറ്ററിങ് പ്രോഗ്രാംസ് ഉണ്ടാവുമ്പോൾ എന്താണ്, ടേൺ ഓവർ റിഡ്യൂസ് ആവും. എൻഹാൻസ് റിക്രൂട്ട്മെൻറ്റ്, ഇംപ്രൂവ് പെർഫോമൻസ് ആൻഡ് വർക്ക് എൻവയോൺമെൻറ്റ്, എസ്പെഷ്യലി വുമൺ ആൻഡ് പീപ്പിൾ ഓഫ് കളർ. അതിൻ്റെ ബേസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഇഫക്റ്റീവ് മെൻറ്ററിങ് പ്രോഗ്രാംസ് ഡു ദ ഫോളോയിങ്. നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ്? മാച്ച് മെൻറ്റേഴ്സ് ആൻഡ് മെൻറ്റി ബേസ്ഡ് ഓൺ സ്കിൽസ് ആൻഡ് ഡെവലപ്മെൻറ്റ് നീഡ്സ്. നമ്മൾ മെൻറ്ററിങ് മെൻറ്റിയെ കൊടുക്കുമ്പോഴും രണ്ട് പേരുടെയും സ്കില്ലും ഡെവലപ്മെൻറ്റ് നീഡ്സും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. ഒരു ഔട്ട്ലൈൻ ആണ് ട്രാക്ക് ഗോൾ എങ്ങനെ ട്രാക്ക് ചെയ്യാനൊരു ഔട്ട്ലൈൻ കിട്ടും. ഡെസിഗ്നേറ്റ് ചെയ്യുക, മിനിമം ടൈം കമ്മിറ്റ്മെൻറ്റ്സിൽ തന്നെ കാര്യങ്ങൾ തീർക്കുക. മോണിറ്റർ ചെയ്യുക മെൻറ്ററിങ് റിലേഷൻഷിപ്പിന്. ബോത്ത് പാർട്ടീസ് അക്കൗണ്ടബിൾ ആണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. മെൻറ്ററിങ് ടു ടാലൻറ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ആൻഡ് ഗോൾസും മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിനൊക്കെ ആണ് നമ്മൾ മെൻറ്റർ ചെയ്തെടുക്കുന്നത്. ലിങ്ക് മെൻറ്ററിങ് ടു ബിസിനസ് സ്ട്രാറ്റജി ആൻഡ് ഗോൾസ്. അതിനുശേഷം നമ്മുടെ ബിസിനസ് എന്താണോ, അതിൻ്റെ സ്ട്രാറ്റജി എന്താണോ, അതിൻ്റെ ഗോൾ എന്താണോ അതിനെ നമ്മൾ ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്.
ഇനി എന്താണ് ഈ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും ഈ ഒരു മെത്തേഡ് എക്കണോമിക്കലാണ്. നമുക്ക് ഒരുപാട് അഡീഷണൽ സ്പേസോ എക്യുപ്മെൻറ്റ് പേഴ്സണൽ ഓർ അതർ ഫെസിലിറ്റീസ് ഒന്നും ഇതിന് ആവശ്യം വരുന്നില്ല ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ. പിന്നെ ട്രെയിനീസിന് റൂൾസ് അപ്ലൈ ചെയ്യാം, റെഗുലേഷൻസ് നോക്കാം, പ്രൊസീജിയേഴ്സ് എല്ലാം നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതിയാകും. വളരെ ഷോർട്ട് പീരീഡിലേക്ക് കൊടുക്കുന്ന ഒരു ലേണിംഗ് ആണിത്. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് അൺസ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് ജോബ്സിലുള്ള ആളുകൾക്കാണ്. ഏറ്റവും മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡാണ് ടീച്ചിങ് നോളേജ് ആൻഡ് സ്കിൽസ് വിച്ച് ക്യാൻ ബി അക്വയർഡ് ത്രൂ പേഴ്സണൽ ഒബ്സർവേഷൻ. ദ ട്രെയിനി ലേൺസ് ഓൺ ദ ആക്ച്വൽ മെഷീൻ ആൻഡ് ദ റിയൽ വർക്ക് എൻവയോൺമെൻറ്റ്. ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പുതിയൊരാൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ വർക്ക് എൻവയോൺമെൻറ്റ് എന്താണെന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡീമെറിറ്റുകളാണ്. ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ട്രെയിൻഡ് അറ്റ് ദ വർക്ക് പ്ലേസ്. ഒരു വർക്ക് പ്ലേസിൽ പോയിക്കൊണ്ട് തന്നെയാണ് അവർക്ക് ട്രെയിനിങ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചോളുന്നില്ല. എന്താ വെച്ചാൽ നോയ്സോ മറ്റുള്ള പല തടസ്സങ്ങളൊക്കെ കാരണം അത് പൂർണ്ണമായിട്ടും അത് ചെയ്യാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇനി രണ്ടാമത്തത് അൺഓർഗനൈസ്ഡ് ആൻഡ് ഹബ്സാർഡ് മെത്തേഡാണ്. തികച്ചും ഒരു അശാസ്ത്രീയമായ രീതിയിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഓർഗനൈസ് ചെയ്യാത്ത ഒരു സിസ്റ്റമായിട്ടാണ് ഇത് പറയുക. ഇറ്റ് ഡസ് നോട്ട് സെർവ് ദ ആക്ച്വൽ പേർപ്പസ് ഇഫ് ദ ട്രെയിനർ ഈസ് നോട്ട് ഗുഡ്. നല്ലൊരു ട്രെയിനറെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തുദ്ദേശത്തോടെയാണോ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുപോലും നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനോ അറിയാനോ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ദർ ഈസ് എ ചാൻസ് ഓഫ് മേക്കിംഗ് ഡാമേജ് ടു ദ വാല്യുബിൾ മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അതുപോലെ തന്നെ നല്ല വിലപിടിപ്പുള്ള മെഷീനും എക്യുപ്മെൻറ്റ്സും ഒക്കെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന സമയത്ത് ചിലപ്പം വല്ല വീഴ്ചകൾ സംഭവിക്കുകയോ അത് പൊട്ടിപ്പോവുകയോ ഡാമേജ് സംഭവിക്കുകയോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. അപ്പോൾ ആദ്യത്തേൽ ഓൺ ദ ജോബാണ്. ജോബിൽ ആ വർക്ക് പ്ലേസിൽ വെച്ച് തന്നെ അതിന് വേണ്ട ട്രെയിനിങ് കിട്ടുന്നു എന്നുള്ളതാണ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് കണ്ടക്റ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ വിത്ത് ദ പ്രമിസസ് ബൈ എക്സ്റ്റേണൽ ഏജൻസീസ്. ഇവിടെ എക്സ്റ്റേണൽ ഏജൻസീസിനെ കൊണ്ടാണ് ഈ ഒരു ഓഫ് ദ ജോബ് ട്രെയിനിങ് നമ്മൾ ചെയ്യുക. ക്ലാസ് റൂം ഈസ് അറേഞ്ച്ഡ് ഇൻസൈഡ് ദ പ്രമിസസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഒരു ക്ലാസ് റൂം നമ്മൾ അറേഞ്ച് ചെയ്യും. ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ആ ഒരു ക്ലാസ്സിൽ വെച്ച് നടക്കും. ജനറലി ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ബൈ, ഇങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് അണ്ടർടേക്കിങ്സ് ഒക്കെയാണ്. ആൻഡ് ദേ ഹാവ് ടു ലീവ് ഹിസ് വർക്ക് പ്ലേസ് ആൻഡ് ഡിവോട്ട് ഹിസ് എൻറ്റയർ ടൈം ഫോർ ട്രെയിനിങ് അറ്റ് എ പ്ലേസ് എവേ ഫ്രം ഹിസ് ജോബ്. നമ്മൾ ജോബ് എവിടെയാണോ ചെയ്യുന്നത് അതിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് വെച്ചായിരിക്കും ഈ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടാവുക. ഈ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ പ്രധാനമായിട്ടും സ്പെഷ്യൽ കോഴ്സ് വരും, കോൺഫറൻസസ് വരും, കേസ് സ്റ്റഡി വരും, സെമിനാർ ഉണ്ടായിരിക്കും, റോൾ പ്ലേയിങ് ഉണ്ടാവും, സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ഉണ്ട്, ലെക്ചർ ഉണ്ട്, ഓഡിയോ വിഷ്വൽസ് ഉണ്ട്, സിമുലേഷൻ ഉണ്ട്, ലബോറട്ടറി ട്രെയിനിങ് ഉണ്ട്. ഇതെല്ലാം അടങ്ങിയതാണ് എന്ത് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. ആദ്യത്തേത് സ്പെഷ്യൽ കോഴ്സാണ്. സ്പെഷ്യൽ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അവിടുത്തെ എക്സ്പേർട്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സ്പേർട്സ് ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സ് കണ്ടക്ട് ചെയ്യും. ആ ലെക്ചേഴ്സ് എന്ന് പറയുന്നത് ഇമ്പാർട്ടിങ് സ്പെഷ്യൽ സ്കിൽ ആൻഡ് നോളജ് ആയിരിക്കും. പെർഫോമിങ് സ്പെഷ്യൽ ടാസ്ക്, ചില ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കില്ലും നോളജും ഒക്കെ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്ന ലെക്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. രണ്ടാമത്താണ് കോൺഫറൻസ് എന്ന് പറയുന്നത്. കോൺഫറൻസിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് in the form of training, a trainee undertaken case study and learn how decisions were arrived in such practical situation. ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അവിടെ പഠിക്കുന്നത്. കേസ് സ്റ്റഡി എപ്പോഴും ഹെൽപ്ഫുൾ ആവുന്നത് പുതിയ ഡിസിഷൻസ് എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. അതൊരു ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കേസ് സ്റ്റഡി ഹെൽപ്സ് ടു ഡെവലപ്പ് പവർ ഓഫ് റീസണിങ്. നല്ല രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ പവർഫുൾ ആയിട്ടൊരു കാര്യം തന്നെയാണ്. റീസൺ ചെയ്യാൻ പറ്റുക, നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, മെൻ്റൽ ക്യാപ്പബിലിറ്റി, ഫൈനലി ഇത് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വരെ നമുക്കിതിലൂടെ നേടിയെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റാണ് നാലാമത്തത് സെമിനാറുകൾ. സെമിനാർ ഓൾറെഡി നമ്മളെല്ലാവരും പരിചിതമായൊരു വാക്കായിരിക്കും. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരിക, എന്നിട്ട് അത് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ കോപ്പീസ് എന്ത് ചെയ്യണം? സർക്കുലേറ്റ് ചെയ്യണം എല്ലാ പാർട്ടിസിപ്പൻസിനും. ആൻഡ് ഇറ്റ് ഈസ് ഡിസ്കസ്ഡ്. പാർട്ടിസിപ്പൻസിന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം ഈ കാര്യങ്ങൾ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് എക്സ്പേർട്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഇൻവൈറ്റഡ് ടു റീഡ് പേപ്പേഴ്സ് വിച്ച് ആർ ഡിസ്കസ്ഡ് ഇൻ സെഷൻസ്. നിലവിൽ ആ സെഷനിൽ എന്താണോ നമ്മൾ ചെയ്തിരുന്നത് അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ പോലെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമാണ് ആ ഒരു പാർട്ടിസിപ്പൻസിനോട് അറിയാൻ പറ്റും. സംടൈംസ് എക്സ്പേർട്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ആർ ഇൻവൈറ്റഡ് ടു റീഡ് പേപ്പേഴ്സ് വിച്ച് ആർ ഡിസ്കസ്ഡ് ഇൻ സെഷൻസ്. പല സെഷനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ വായിക്കും. അപ്പോൾ ആ സമയത്ത് ആരെ കൂടി പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ടുകൾ സ്പെഷ്യലിസ്റ്റുകളൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്.
നെക്സ്റ്റ് പോയിന്റ് ആണ് റോൾ പ്ലേ പറയുക. എന്താണ് റോൾ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോൾ തന്നിട്ട് നമ്മളത് പ്ലേ ചെയ്യുക. ഹിയർ ട്രെയിനീസ് ആർ റിക്വയർഡ് ടു പ്ലേ ദ റോൾ ഓഫ് എ സൂപ്പർവൈസർ. ഒരു സൂപ്പർവൈസറുടെ റോൾ നമ്മൾ പെർഫോം ചെയ്യാൻ പറയുക. എന്തെങ്കിലും വർക്ക് സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം തന്നെ ഇവർക്ക് കൊടുത്തിട്ട് എങ്ങനെ ആ ഒരു പ്രശ്നത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കുക. വെരി യൂസ്ഫുൾ ഡിവൈസ് ആണ്. ആൻഡ് ഇതിലറിയോ ട്രെയിനീസിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്. പ്ലേയിങ് റോൾസ് വുഡ് എൻറ്റെയിൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ലൈക്ക് റോൾ കോൺഫ്ലിക്റ്റുകൾ, ഇൻട്രാ റോൾ ഡയലമാസ്, റോൾ ഓവർലോഡ്, റോൾ അണ്ടർലോഡ് ഒക്കെ അതിനുള്ള കാരണങ്ങളാണ്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ്. ബിൽഡ് കോൺഫിഡൻസ്. അപ്പോൾ അതിന് നല്ല റോൾ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡെവലപ്പ് ട്രെയിനിങ് സ്കിൽസ്. കൂടുതലായിട്ടും ട്രെയിനിങ് സ്കിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ക്രിയേറ്റീവായിട്ട് മറ്റുള്ളവർ ചിന്തിക്കുന്നേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് വളരെ ക്രിയാത്മകമായിട്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടാവുക. ഇതൊക്കെയാണ് റോൾ പ്ലേ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ആറാമത്തെ പോയിന്റ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ആണ്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് പറഞ്ഞാൽ ഇതൊരു ഇമോഷണൽ ട്രെയിനിങ് ആണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജ്മെൻറ്റ്സും പ്രജുഡിസസും അൾട്ടിമേറ്റ്ലി മോർ സെൻസിറ്റീവ് ടു ബി നീഡ്സ് ഓഫ് അതേഴ്സ്. അപ്പോൾ നമ്മളിവിടെ പ്രാക്ടിക്കലി കാണിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കൊണ്ടുപോയി അവരെ പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇമോഷണൽ ഇൻ്റലിജൻസ് എംപ്ലോയി എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. ഓക്കെ, അവർ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും എങ്ങനെ നമുക്ക് കൃത്യമായി ടാക്കിൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞെങ്കിൽ ലെക്ചേഴ്സ് ആണ്. ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, ക്ലാസ് റൂം ലാർജ് ഓഡിയൻസ് അവിടെ ഉണ്ടായിരിക്കും. അവിടെ ഇൻസ്ട്രക്ടർ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് അവർ വളരെ എക്സലൻ്റ് എക്കണോമിക് ആയിട്ടുള്ളൊരു ടെക്നിക്ക് കൂടിയാണ് ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലെക്ചർ അസ്യൂം ടു പോസസ് എ കൺസിഡറബിൾ ഡെപ്ത് ഓഫ് നോളേജ് ഓഫ് ദ സബ്ജക്റ്റ് കൺസേൺഡ്. ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണോ ലെക്ചർ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നല്ലൊരു ഇൻഡെപ്ത് നോളേജ് നമുക്ക് ഉണ്ടായിരിക്കാം. പുതിയ പോളിസി ചേഞ്ചസ് വന്നത്, റൂൾസ് റെഗുലേഷൻ ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ഓഡിയോ വിഷ്വൽസ് ഉണ്ട്. ഓഡിയോ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടുകൾ, ടെലിവിഷൻ സ്ലൈഡ്സ്, വീഡിയോ ഫിലിംസ്, ഓവർ ഹെഡ്സ് ഒക്കെ നമുക്ക് ഇതിന് വേണ്ടി ഭാഗമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സിമുലേഷൻ മെത്തേഡ് ഉണ്ട്. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ training to astronauts is done in artificially created situation which is the same as they would face in space. സിമുലേഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആക്ച്വലി അത് ഉണ്ടാവുമ്പോൾ എന്താണോ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അത് തന്നെ അതില്ലാത്ത സമയത്ത് കൂടി അവിടെ നമ്മൾ നോക്കാം. അപ്പോൾ ഒരു ആസ്ട്രോനട്ട് എന്ന് പറഞ്ഞാൽ ബഹിരാകാശ സഞ്ചാരി അല്ലേ, അവർ ആർട്ടിഫിഷ്യലി പോകുന്ന മുന്നേ തന്നെ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയാണെങ്കിൽ അതേപോലത്തെ ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് സിറ്റുവേഷൻ, അങ്ങനെ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് അവർ ശരിക്കും പോയാലും ഫേസ് ചെയ്യേണ്ടതും ഇതേപോലത്തെ പ്ലേസുകളായിരിക്കും. 10ാമത്തെ പോയിന്റ് ലബോറട്ടറി ട്രെയിനിങ് ആണ്. ലബോറട്ടറി ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു യൂസ്ഫുൾ ടു ഇംപ്രൂവ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ധാരണകൾ, ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഇൻ്റർപേഴ്സണൽ സ്കില്ലുകൾ. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഷെയറിംഗ് ദ എക്സ്പീരിയൻസസ്, എക്സാമിനേഷൻ ഓഫ് ബിഹേവിയർ, ഫീലിംഗ് ആൻഡ് റിയാക്ഷൻ ഓൺ ദം. നെക്സ്റ്റ് 12ാമത്തെ പോയിന്റ് പറയുന്നതാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിങ് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റാണ്. ക്രിയേറ്റിവിറ്റി ട്രെയിനിങ് ടെക്നിക്കാണിത്. ഇവിടെ പ്രോബ്ലംസ് എല്ലാം പുതിയ ആളുകളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പഠിപ്പിക്കുക, അതും പല ഡിഫറെൻറ്റ് വേയിലൂടെ നമുക്കത് ചെയ്യാമെന്നാണ് പറയുന്നത്. 13ാമത്തെ പോയിന്റാണ് ഇൻ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഇൻ ബാസ്ക്കറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വൈൻറ്റ് എംപ്ലോയീസ് അബൌട്ട് ദെയർ ജോബ് വെർ എ നമ്പർ പ്രോബ്ലംസ് ആർ കെപ്റ്റ് ഇൻ ദ ബാസ്ക്കറ്റ്. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ബാക്കിയുള്ളതിനൊക്കെ അതിൽ നമ്മൾ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുകയാണ്. പക്ഷേ വേണ്ട ഒന്നിനെ മാത്രം നമ്മൾ കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മെത്തേഡിനാണ് ഇൻ ബാസ്ക്കറ്റ്. വേണ്ടാത്ത ഇപ്പോഴും നമുക്ക് വേണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നതാണ് ഇൻ ബാസ്ക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ പോയിന്റ് സബ് പോയിന്റുകൾ എത്രയും നമ്മൾ നോക്കിയത്. 3ാമത്തെ പോയിന്റാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതൊരു അനദർ ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസിനാണ് അത് കൊടുക്കുക. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൻ്റെ ഉള്ളിലാണ് ഇത് കണ്ടക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഏരിയ അല്ലെങ്കിൽ റൂം അതിന് വേണ്ടിയിട്ട് സെറ്റ് അസൈഡ് ഫ്രം ദ മെയിൻ പ്രൊഡക്ഷൻ ഏരിയ. മെയിൻ പ്രൊഡക്ഷൻ ഏരിയയിൽ നിന്ന് വേറൊരു ഭാഗത്തായിരിക്കും ഇതിന് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യേണ്ടത്. അപ്പോൾ ട്രെയിനീസിന് ഇങ്ങനെ പെർമിറ്റ് ചെയ്യാം ടു ലേൺ ആൻഡ് വർക്ക് അറ്റ് ദിസ് പ്ലേസ്. ഈ ഒരു പ്ലേസിൽ തന്നെ അവർക്ക് വർക്ക് ചെയ്യാം. ഇൻ അതർ വേർഡ്സ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഈസ് കോൾഡ് നിയർ ദ ജോബ് ട്രെയിനിങ്. നിയർ നമുക്ക് വീടിൻ്റെ ഏറ്റവും അടുത്ത് നമുക്ക് ജോബ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവിടെ കൊടുക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ്
which means the simulated step is established proximate to the main production plant, wherein technical staff learns how to operate the tools and machinery. ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്ഷൻ പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെയാണെന്ന് വെച്ചാൽ അവർ പുതിയ വ്യക്തിക്ക് അറിയില്ല അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, എന്ത് ടൂളാണ്, എന്ത് മെഷീനറി എന്നുള്ളതൊക്കെ. എക്സാക്ട്ലി സിമിലർ ടു വാട്ട് ദേ വിൽ ബി യൂസിങ് അത് ആക്ച്വൽ വർക്ക് ഫ്ലോർ. അവർ ശരിക്കും ഒരു വർക്ക് ഫ്ലോറിലാണെങ്കിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നമ്മൾ നോക്കി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതേ രീതിയിൽ ചെയ്യുന്ന ഒരു ട്രെയിനിങ്ങിനാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഓഡിയൻസ് കൂടുതലുണ്ടായിരിക്കും, ഷോർട്ട് പീരീഡിലേക്കായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നാലാമത്തെ മെയിൻ പോയിന്റ് ആണ് അപ്രന്റീസ് ട്രെയിനിങ് ഓർ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾറെഡി നമ്മൾ പറഞ്ഞു, കാൻഡിഡേറ്റ്സിനെ നമ്മളിവിടെ സെലക്ട് ചെയ്യും, അപ്പോയിന്റ് ചെയ്യുന്ന ആരായിട്ട്, ട്രെയിനി ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്യുക, അപ്രന്റീസ് എന്ന് പറയും. അപ്പോൾ ആ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് നമുക്കിവിടെ എന്ത് കൊടുക്കാൻ പറ്റും, ട്രെയിനിങ് അവിടെ കൊടുക്കാനും അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്രന്റീസ് വിൽ ഗെറ്റ് സ്റ്റൈഫണ്ട്. ഈ പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന കാലയളവിൽ അത്രയും അവർക്ക് സ്റ്റൈഫൻഡ് കിട്ടാനുള്ള അർഹത ഉണ്ടെന്നാണ് പറയുന്നത്. ദേ ആർ ഓഫേർഡ് ജോബ്സ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ് സക്സസ്ഫുള്ളി. അപ്പോൾ പക്ഷേ ഇവിടെ പ്രത്യേകത എന്താ, ട്രെയിനിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലേക്ക് അവർക്ക് എത്തിപ്പെടാം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ് ആണ് ക്ലാസ് റൂം ട്രെയിനിങ്. ആ പേര് തന്നെ അറിയാം, നമ്മളൊരു ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട്, ക്ലാസ് റൂം പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ ഇതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മുറി എന്നുള്ള മാത്രമേ ഉദ്ദേശമുള്ളൂ. ഓർ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ലെക്ചേഴ്സ്, കേസ് സ്റ്റഡി, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഓഡിയോ വിഷ്വൽ എയ്ഡ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നോളജിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ട്രെയിനീസിൻ്റെ സ്കില്ല് അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നു. ആറാമത്തെ പോയിന്റിൽ ലേണർ ട്രെയിനിങ് ആണ്. ലേണർ ട്രെയിനിങ് എന്ന് പറയുമ്പം ലേണേഴ്സ് എന്ന് പറയുന്ന ആരാ, അതായത് സെമി സ്കിൽഡ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കൃത്യമായ ഒരു ബേസിക് നോളജ് ഒന്നും ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അവർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക വൊക്കേഷണൽ സ്കൂളായിട്ട്. ദെൻ ദേ അലൗഡ് ടു ലേൺ ഓപ്പറേഷൻ ഓഫ് മെഷീൻസ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുക ഏതൊക്കെ രീതിയിലാണ് ഈ കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഏഴാമത്തെ പോയിന്റാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബിസിനസ് ഫേംസും ഒക്കെയാണ്. അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള provide training to business firms. Selected candidates carry on regular studies in an educational institution. അതായത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തുടർച്ചയായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ, ദ ബിസിനസ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ്, കുട്ടികളെല്ലാം അവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന വ്യക്തികൾ. ദ ബിസിനസ് ഫേം പ്രൊവൈഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ടു ദം ഇൻ ഫാക്ടറി. ആ ഫാക്ടറിയുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് അവർക്ക് പ്രാക്ടിക്കലി ഒരു ട്രെയിനിങ് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്, ആ നോളജും സ്കില്ലും ഒക്കെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്ന ഇന്റേൺഷിപ്പ് ചെയ്യുക. ഒരുപാട് പേര് നമുക്ക് കേൾക്കുന്ന ഒരു വാക്കാണ് ഇന്റേൺഷിപ്പിന് പോയിന്ന്. ആ ഒരു കമ്പനിയിൽ പോയിട്ട് ശരിക്കുള്ള ഒരു എംപ്ലോയി എന്തൊക്കെ ചെയ്യും അതേപോലെ തന്നെ നമ്മളും പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്, CBT എന്ന് പറയും. ഇത് വളരെ പോപ്പുലറാണ്. ഇപ്പം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ആർക്കും ട്രെയിനിങ് അവിടെ വെച്ചും കൊടുക്കാം. അപ്പോൾ ട്രെയിനിങ് പാക്കേജസ് ഡെവലപ്പ് ചെയ്തിട്ട് സ്യൂട്ട് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ട്രെയിനീസ്. ഓരോ ട്രെയിനിക്കും എന്താണോ ആവശ്യം അതിനനുസരിച്ചാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് ലേണിംഗ് ആണ്. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ട്രെയിനിങ് ഓൺലൈനിൽ കൊടുക്കുക. വേൾഡ് വൈഡ് വെബ് യൂട്ടിലൈസ് ചെയ്യുന്നത് മാനേജ്മെന്റ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ട്രെയിനിങ് ടു എംപ്ലോയീസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷനും ഡിഫറെൻറ്റ് ജോബിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ അവരൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഇരിക്കും അല്ലേ. അപ്പോൾ അത് നേരത്തെ കൂട്ടിയെ പറഞ്ഞു വെക്കുകയാണെന്ന് വെച്ചാൽ ഒരേ ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്കിത് കണ്ടക്ട് ചെയ്യാം. ഇഫ് ദ എംപ്ലോയീസ് ഹാവ് നോ കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ആ കാര്യം കഴിയുന്നവരേക്കെങ്കിലും അവർക്കത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി 10ാമത്തെ പോയിന്റാണ് മാനേജ്മെന്റ് ഗെയിംസുകൾ കണ്ടക്ട് ചെയ്യുക. മാനേജറിയൽ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാർട്ടിസിപ്പൻസ് ഒരുപാട് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഗെയിംസ് വർ ഒറിജിനലി ഡെവലപ്ഡ് ടു സ്റ്റിമുലേറ്റ്. ഈ ഒരു ഗെയിംസ് വന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്, മിലിറ്ററിയിൽ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായി മാറുമ്പോൾ അവരെ ഒന്നുകൂടി സ്റ്റിമുലേറ്റ് ചെയ്യാനും പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാനും ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെയാണ് ഗെയിംസ് ഒറിജിനലി ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ നെക്സ്റ്റ് ഒരു പോയിന്റ് വരുന്നത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാം. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആണ്. ആൻഡ് ഗ്രോത്ത് അവിടെ ഉണ്ടാവുന്നുണ്ട്. ബൈ വിച്ച് മാനേജീരിയൽ പേഴ്സണൽ ഗെയിൻ
ഒപ്പം തന്നെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വ്യക്തിപരമായിട്ടൊരു വളർച്ച, നമ്മുടെ സ്കിൽ എന്താണ്, അതെങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യണം, നോളജ്, ആറ്റിറ്റ്യൂഡ് എല്ലാം ഇതിനെ നമ്മൾ എല്ലാ ഇൻസൈറ്റും മാനേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും പെർഫോം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് പ്രോസസ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ടായിരിക്കും, ഗ്രോത്ത് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ വിച്ച് മാനേജറിയൽ പേഴ്സണൽ ഗെയിൻ, അപ്ലൈഡ് സ്കില്ലും നോളജും ഇൻസൈറ്റും എല്ലാം നമുക്ക് ഇതിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സ് പ്രധാനമായിട്ടും നമ്മുടെ എക്സിസ്റ്റിംഗ് നിലവിലുള്ള പെർഫോമൻസ് മാനേജേഴ്സിൻ്റെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഒരു ടീം വർക്കിനെ ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ടീം വർക്കിനെ ഫോസ്റ്റർ ചെയ്യുക എന്ന് പറയുമ്പം അവിടെ പ്രധാനമായിട്ടും ഒരു ടീമിൽ 6 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 6 പേരും ഒരേപോലെ തന്നെ വർക്ക് ചെയ്യാനും അതേപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള പക്ഷം ട്രെയിനിങ്ങുകൾ കിട്ടാൻ അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ പോയിന്റിൽ. മൂന്നാമത്തത് ഇംപ്രൂവ് ഡെസിഷൻ മേക്കിംഗ്, നല്ല രീതിയിൽ തന്നെ ഡെസിഷൻ എടുക്കാൻ അവർ ഏബിൾ ആവുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എൻഷുറിങ് പേഴ്സണൽ ഗ്രോത്ത്, ഇതോടൊപ്പം തന്നെ അവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് വളർച്ച അതുകൂടി നമ്മൾ ഉറപ്പുവരുത്തണം. എപ്പോഴും ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉയർച്ച മാത്രമല്ല അവിടെ എംപ്ലോയീസിൻ്റെ ഒരു ഉയർച്ചയും കൂടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എയിമിങ് ഓഫ് സക്സഷൻ പ്ലാനിങ്, ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആര് എന്ന് ആ സമയത്ത് ചിന്തിക്കുന്നതിന് പകരം മുൻകൂട്ടി തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെയൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇനി വരാൻ പോണ പ്ലാനിങ് ഒക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. എത്ര ടൈപ്പുകളുണ്ട്? ഒന്ന് ഓഫ് ദ ജോബ് പ്രോഗ്രാം ഉണ്ട്, ഓൺ ദ ജോബ് പ്രോഗ്രാം ഉണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു ടോപ്പിക്കാണ്, അപ്പം ഇനി വീണ്ടും എനിക്ക് പറയുന്നില്ല. പിന്നെ ട്രെയിനിങ് പ്രോസസ്സ് ഔട്ട്സോഴ്സിങ് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഈ ട്രെയിനിങ് പ്രോസസ്സിനെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ, ട്രെയിനിങ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ട്രാറ്റജിയാണ്. അവിടെ ഒരു കമ്പനി ഹയർ ചെയ്യണം അല്ലെങ്കിൽ കോൺട്രാക്ട്സ് എക്സ്റ്റേണൽ സപ്ലയർ ഫോർ മാനേജ്മെന്റ് ട്രെയിനിങ് ടാസ്ക് ആൻഡ് ആക്ടിവിറ്റി, മാനേജ്മെന്റ് ടാസ്കും ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ആളുകളെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നത്. ഇതിനെയാണ് ട്രെയിനിങ് പ്രോസസ്സ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ചെറുതും ആവാം വലുതും ആവാം. ബിസിനസ് ക്യാൻ ആക്സസ് ദ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടൈസും അതേപോലെ എക്സ്പീരിയൻസും അതൊക്കെയാണ് അവർ നോക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു പോയിന്റാണ് BPO എന്ന് പറയുന്നത്, അതായത് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അതിൽ BPO അല്ലെങ്കിൽ ലേണിംഗ് BPO ഈസ് എ ബിസിനസ് സ്ട്രാറ്റജി ആൻഡ് എ കമ്പോണൻറ്റ് ഓഫ് ദ ബ്രോഡർ ഔട്ട്സോഴ്സിംഗ് ഇൻഡസ്ട്രി. പുതിയതായിട്ട് തുറന്നൊരു ജോലി സാധ്യതയായിരുന്നു ഈ BPO ആയിട്ട് എന്ന് പറഞ്ഞാൽ. വരെ കമ്പനി യൂട്ടിലൈസ് ദ എക്സ്റ്റേണൽ സപ്ലയർ ഫോർ മാനേജ്മെന്റ് ഓഫ് ട്രെയിനിങ് പ്രോസസ്സസ് ഓൾ ആക്ടിവിറ്റീസ്. കമ്പനി ഡിമാൻഡ് ചെയ്യണം, ഇന്ന ആൾക്കാരെ നിങ്ങൾ കൊണ്ടുപോകും, ഇത്ര ദിവസം അവിടെ കസ്റ്റഡിയിൽ വെക്കൂ, അതിനുശേഷം നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ചെടുക്കൂ, ട്രെയിനിങ് കൊടുക്കൂ എന്നുള്ളത്. അതൊക്കെയാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി അതിൽ തന്നെ ഓരോ 7 സ്റ്റേജസും ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എങ്ങനെയാണെന്നുള്ളതിനെ ബേസ്ഡ് ആയിരിക്കും പറയുണ്ടാവുക. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എങ്ങനെ അസസ് ചെയ്തു ആ ഒരു കാര്യം. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഔട്ട്സോഴ്സിങ്ങിൽ ആദ്യം നമ്മൾ കൃത്യമായി അസസ് ചെയ്യുക, രണ്ടാമത് അതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ അയക്കുക, മൂന്നാമത് നല്ല ഓർമ്മയോടും ബുദ്ധിയോടും കൂടി ഡിലിജൻ്റ് ആയിട്ട് ആണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും ഗ്യാദർ ചെയ്യണം നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നാലാമത്തേൽ അത് കോൺട്രാക്റ്റിംഗ് ആണ്. കോൺട്രാക്റ്റും പറഞ്ഞാൽ നമുക്കറിയാം, 2 വ്യക്തികൾ തമ്മിൽ ഒരു അഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നു. എന്തായാലും ഒരാൾ കൊടുക്കാൻ തയ്യാറുള്ള ആളും മറ്റുള്ള വാങ്ങാൻ തയ്യാറുള്ള ആൾ തന്നെയായിരിക്കും. അപ്പോൾ കോൺട്രാക്റ്റിങ്ങും ഇതിൻ്റെ ഒരു BPOൻ്റെ വേറൊരു ഭാഗം തന്നെയാണ്. ട്രാൻസിഷൻ, ഇനി ആഫ്റ്റർ ദ കോൺട്രാക്റ്റ്, ഈ ഒരു കോൺട്രാക്റ്റ് ഒക്കെ കഴിഞ്ഞ് സൈൻ ചെയ്തതിന് ശേഷം 2 കമ്പനീസ് വിൽ ബിഗിൻ ട്രാൻസിഷനിങ് റിസോഴ്സസ്. 2 കമ്പനികൾ തമ്മിലാണ് കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ റിസോഴ്സുകളും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ കൈമാറ്റം ചെയ്തതാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഗവേണൻസ് ആണ്. അവിടെ നമ്മൾ ഗവേണൻസ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് മാനേജിങ് ഇത് കുറച്ചും കൂടി ലോങ്ങസ്റ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ആ വർക്കിംഗ് റിലേഷൻഷിപ്പിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എപ്പോൾ, ത്രൂ ഔട്ട് ദ ഡ്യൂറേഷൻ ഓഫ് ദ കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റ് എത്ര കാലത്തേക്കാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്, ആ കോൺട്രാക്റ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു പോവുക എന്നുള്ളത് മാത്രമാണ്. ഏഴാമത്തെ റീപാട്രിയേഷൻ ഓർ ട്രാൻസ്ഫർ, അതായത് ലാസ്റ്റ് സ്റ്റേജാണ് ഔട്ട്സോഴ്സിങ്ങിൻ്റെ. റീപാട്രിയേറ്റ് ചെയ്യുക, അത് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ബാക്ക് ടു ദ ഒറിജിനൽ കമ്പനി. ഏത് കമ്പനിക്കാണോ ശരിക്കും ഇതൊക്കെ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നത്
ആ കാര്യങ്ങളെ അതുവരെ നമ്മൾ വേറൊരാൾക്കായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ തിരിച്ച് വരുന്ന ആ ഒരു സിറ്റുവേഷന് തിരിച്ചിങ്ങോട്ടേ ട്രാൻസ്ഫർ ചെയ്യുന്നൊരവസ്ഥയാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് കോൺട്രാക്റ്റിംഗ് ആണ്. ഏറ്റവും കൂടുതലായി യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്സോഴ്സിങ് മെത്തേഡാണത്. എസ്പെഷ്യലി ലോ റിസ്ക് നേച്ചറിലുള്ള ഒരു ബിസിനസ്സിന് കമ്പനി കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് പുറത്തുള്ള സപ്ലയേഴ്സുമായിട്ട്, സ്പെസിഫിക്കലി ഡി ലിനേറ്റിംഗ് വാട്ട് ആസ്ക് ദേ ആർ ടു പെർഫോം. അവരെന്താണ് പെർഫോം ചെയ്യാൻ നമ്മളോട് പറഞ്ഞത്, പ്രൈസ് സെറ്റ് ചെയ്യുക, കോൺട്രാക്റ്റ് അവരുമായിട്ട് ചേരുക. ടിപ്പിക്കലി ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ലേബർ ഓൺ ആൻ അവേർലി, ഡെയിലി, വീക്ക്ലി, മന്ത്ലി ഓർ ആനുവൽ ബേസിസ്. പ്രധാനമായിട്ടും ഇവിടെ ലേബേഴ്സിനെ അവർ വർക്ക് ചെയ്യിപ്പിക്കുക, ഒന്നില്ലെങ്കിൽ അവറിൻ്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ ഡെയിലി ബേസിലായിരിക്കും, അല്ലെങ്കിൽ വീക്കിലി ആഴ്ചയിലായിരിക്കും, അതും അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ആനുവൽ ബേസിസിലൊക്കെ ചെയ്യുക. വി ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ഹയറിംഗ് of a skilled professional without a typical cost benefit of an employer-employee relationship. ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതും, അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിനെ നമ്മൾ ഹയർ ചെയ്യുക, ഇങ്ങോട്ടേക്ക് പൈസ കൊടുത്ത് വാങ്ങിയെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഇനി ലൈസൻസിങ് ആണ് അടുത്തത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ ആണ് ഔട്ട്സോഴ്സിങ്ങിന് വേണ്ടിയിട്ട്. ഈ ഒരു മെത്തേഡിൽ ബിസിനസ് സിംപ്ലി ബൈസ് ദ റൈറ്റ് ടു ആക്സസ് അനദർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഈ ഒരു സമയത്ത് ബിസിനസ് ശരിക്കും ബൈ ചെയ്യേണ്ടത് എന്താണ്, അത് അവർക്കും കൂടി നമുക്കും കൂടിയിട്ട് അത് ആക്സസ് ചെയ്യാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അനദർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിനെ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുക. ഓഫ് കോഴ്സ് ദ മേജർ ഡൗൺ സൈഡ് ഓഫ് ദിസ്, ഇതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ബിസിനസ് സിംപ്ലി ബൈസ് ദ റൈറ്റ് ടു ആക്സസ് അനദേഴ്സ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഓഫ് കോഴ്സ് ദ മേജർ ഡൗൺ സൈഡ് ഓഫ് ദിസ് എൻഷുറിങ് എ പെർഫെക്റ്റ് വൺ-ടു-വൺ കോറിലേഷൻ ബിറ്റ്വീൻ ദ കണ്ടന്റ് ആൻഡ് അവർ യുണീക്ക് ബിസിനസ് നീഡ്സ്. ലൈസൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടും ഈസിയസ്റ്റ് ആയിട്ടും നമ്മൾ ഔട്ട്സോഴ്സ് ട്രെയിനിങ് കൊടുക്കുക. അതിനെയാണ് ലൈസൻസിങ് എന്ന് പറയുക. ചെയ്യാനുള്ള ഒരു അധികാരം നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു, മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട്, അപ്പോൾ 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് 4th ചാപ്റ്റർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്